കാണാം. ഓക്കെ Hi, good afternoon to all. Yes. നിങ്ങളെ ക്ലാസ്സിൽ വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയായിരുന്നോ? കേൾക്കുന്നുണ്ടോ? ഇല്ല. ഓക്കെ. യെസ്, ഓപ്പറേഷൻ തിയേറ്റർ ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത്. പോളിസീസ് പറഞ്ഞു കുറച്ചല്ലേ? പോളിസി ടു എൻറ്റർ ഇൻ ആൻ OT. Then അതിലെ കുറച്ച് പോയിന്റ്സ് നമ്മൾ പറഞ്ഞു. കവർ ഷൂസ് പെർഫോം സർജറിക്കൽ ഹാൻഡ് സ്ക്രബ് വരെ പറഞ്ഞു അല്ലെ? അവിടെ വരെയല്ലേ പറഞ്ഞത്? അത് പറഞ്ഞോ? ആ പോയിന്റ് പറഞ്ഞോ? കവർ ഷൂസ് ആസ് പെർ ഏജൻസി പോളിസി അവിടെ വരെയാണോ? യെസ്. ഓക്കെ. നെക്സ്റ്റ് പോയിന്റ്. Perform a surgical hand scrub as per agency policy. Surgical hand scrubs reduce bacterial count on hands before applying sterile gloves. Chapter Operation Theatre. Alfia കഴിഞ്ഞ ക്ലാസ്സിൽ കേറിയിട്ടില്ലേ? Okay. Yes. Perform a surgical hand scrub as per agency policy. Surgical hand scrub reduce bacterial count on hands before applying sterile gloves. എന്തിനു വേണ്ടിയാണ് നമ്മള് സ്ക്രബ്ബേഴ്സ് യൂസ് ചെയ്യുന്നതിനാണ്? സർജിക്കൽ ഹാൻഡ് സ്ക്രബ്ബർ യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. സ്റ്റാർട്ടിങ് മുതൽ ഇനി പറയാനോ? ഏത് ചാപ്റ്ററോ? ചാപ്റ്റർ ആണോ അല്ലെങ്കിൽ പോളിസി ടു എൻറ്റർ ഇൻ ആണോ? OT മുതലാണോ ചോദിക്കുന്നത്? ഫസ്റ്റ് പോയിന്റ് മുതലാണോ ചോദിക്കുന്നത്? ഓക്കെ. ക്ലാസ്സിൽ കയറാത്തവര് റെക്കോർഡഡ് കണ്ടിട്ട് ക്ലാസ് കാണണം കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ സമയം പോകും. ചാപ്റ്ററിന്റെ പേര് ഓപ്പറേഷൻ തിയേറ്റേഴ്സ്. നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി, അല്ലെങ്കിൽ റെക്കോർഡഡ് ക്ലാസ് കണ്ടാൽ മതി കേട്ടോ, അത്രയും സമയം പോകില്ലേ? ഓക്കെ. സർജറിക്കൽ ഹാൻഡ് സ്ക്രബ് നമ്മൾ ഉപയോഗിക്കേണ്ടതാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ബാക്ടീരിയൽ കൗണ്ട് റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളുടെ ഹാൻഡ് സ്ക്രബുകൾ ഉപയോഗിക്കാനായിട്ട് പറയുന്നത് അല്ലെ? അതിനുശേഷം ആയിരിക്കും നമ്മൾ ഗ്ലൗസ് ധരിക്കേണ്ടത്. ചാപ്റ്റർ നെയിം ഓപ്പറേഷൻ തിയേറ്റർ. ഓപ്പറേഷൻ തിയേറ്റർ. ഓക്കെ. യെസ്. അപ്പോൾ ഏജൻസി പോളിസിയുടെ പ്രകാരം അനുസരിച്ച്, പോളിസിയുടെ ആ പ്രൊസീജിയേഴ്സ് അനുസരിച്ച് എല്ലാവരും നിർബന്ധമായിട്ട് എന്താണ് ഹാൻഡ് സ്ക്രബുകൾ യൂസ് ചെയ്തിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഹാൻഡ് സ്ക്രബ് യൂസ് ചെയ്യാൻ പറയുന്നത്? ബാക്ടീരിയൽ കൗണ്ട് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട്, ബാക്ടീരിയൽ കൗണ്ട് റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളുടെ ഹാൻഡ് സ്ക്രബ് ചെയ്യാനായിട്ട് പറയുന്നത്. ഓക്കെ. അതിനുശേഷം മാത്രമായിരിക്കണം നമ്മൾ സ്റ്റെറൈൽ ഗ്ലൗസുകൾ വെയർ ചെയ്യേണ്ടത്. ഓക്കെ. യെസ്. Then last point. Asepsis denotes absence of diseases causing microorganisms. Septic technique is a method used to avoid contamination from infectious agents, and it is used to keep alive a germ-free environment in the operating room. Sepsis. Sepsis എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? സെപ്സിക് ടെക്നിക്ക് എന്താണെന്ന് കേട്ടിട്ടുണ്ടോ? Asepsis means that denote absence of diseases. Absence of diseases. ഒരു കാര്യം വെച്ച് പറയട്ടെ. ഇപ്പൊ വേറൊരു കാര്യം പറയാം. നമ്മുടെ ക്ലാസ്സിൽ ഇപ്പൊ കുറെ പേര് മെഡിക്കൽ ഫീൽഡിൽ അല്ലാത്തവരുണ്ടാകാം. എല്ലാവരും മെഡിക്കൽ ഫീൽഡിൽ തന്നെ പഠിച്ചവരാണോ? മെഡിക്കൽ ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള പഠനങ്ങളിൽ വന്നവരാണോ നിങ്ങൾ എല്ലാവരും?
അല്ല അല്ലെ? കുറെ പേര് അനദർ ഫീൽഡിൽ നിന്ന് വന്നവരുണ്ട്. യെസ്. അപ്പൊ നിങ്ങൾക്ക് കുറച്ച് ദിവസം ചിലപ്പോൾ ക്ലാസ് ഒരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തെന്നിരിക്കും. കാരണം എന്തുകൊണ്ടാണ്? ഈ ഒരു ടേംസും കാര്യങ്ങളൊക്കെ പഠിച്ചു വരാൻ ചിലപ്പോൾ ഒരു കുറച്ച് സമയം ട്രാക്കിലേക്ക് വീഴുന്നത് വരെ മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ. നഴ്സിംഗ് കഴിഞ്ഞവരും നഴ്സിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കൊന്നും വലിയ പ്രത്യേകിച്ച് പ്രശ്നം ഉണ്ടാവില്ല. എല്ലാവരുടെ കുട്ടികളും നമ്മുടെ ക്ലാസ്സിലുണ്ട്. ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളോട് പ്രത്യേകിച്ച് പറയാണ് കുറച്ച് ദിവസം ഉണ്ടാവുള്ള ആ ഒരു ബുദ്ധിമുട്ട്. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലായിക്കോളും കേട്ടോ. ടേംസും ചിലപ്പോൾ കുറച്ച് ഭാഗങ്ങളൊക്കെ പറയുന്ന സമയത്ത് ഒരു ഡൗട്ട് ഫീൽ ചെയ്യാം. ഓക്കെ. യെസ്. അത് ശരിയായിക്കോളും. നിങ്ങൾ അത് ഓർത്തൊന്നും ആരും ടെൻഷൻ അടിക്കേണ്ടത് ഭയങ്കര ടഫാണ് എന്നുള്ളൊരു ചിന്ത ആർക്കും വേണ്ട കേട്ടോ. അതൊക്കെ സ്വാഭാവികമായിട്ട് മാറിക്കോളും. ഓക്കെ. യെസ്. ഇപ്പൊ സെപ്സിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആബ്സെൻസ് ഓഫ് ഡിസീസസ് കോസിംഗ് മൈക്രോ ഓർഗാനിസം. അതായത് സൂക്ഷ്മാണുക്കളിൽ നിന്ന് സ്വതന്ത്രമായിട്ടുള്ള ഒരു അവസ്ഥയെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അസെപ്സിസ് എന്ന് പറയുന്നത്. അതായത് മൈക്രോ ഓർഗാനിസംസ് ആയിട്ടുള്ള നമ്മുടെ സൂക്ഷ്മജീവികൾ, ബാക്ടീരിയ, വൈറസ്, ഫംഗി തുടങ്ങിയ സൂക്ഷ്മാണുക്കളിൽ നിന്ന് സ്വതന്ത്രമായിട്ടുള്ള ഒരു അവസ്ഥയായിരിക്കണം എപ്പോഴും ഓപ്പറേഷൻ തിയേറ്റേഴ്സിൽ ഉണ്ടാവേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തരത്തിലുള്ള ഒരു ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നത്? അസെപ്റ്റിക് ടെക്നിക്സ് യൂസ് ചെയ്യുക. അസെപ്റ്റിക് ടെക്നിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബാക്ടീരിയൽ കൗണ്ട് റെഡ്യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കണ്ടാമിനേഷൻ, മലിനീകരണം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കുന്ന അല്ലെങ്കിൽ തിരഞ്ഞെടുക്കുന്ന ഒരു ടെക്നിക്കാണ് ഇത് സെപ്സിക് ടെക്നിക് എന്ന് പറയുന്നത്. അതായത് സ്റ്റെറിലൈസേഷൻ പ്രോസസ് ആണ്. മലിനമായിട്ടുള്ള ഏരിയനെ നമ്മൾ അണുവിമുക്തമാക്കുന്ന ഒരു പ്രോസസ് ആണ്, അല്ലെങ്കിൽ ഒരു ടെക്നിക്കാണ് ഇത് അസെപ്റ്റിക് ടെക്നിക് എന്ന് പറയുന്നത്. സ്റ്റെറൈൽ ടെക്നിക്. ഓക്കെ. യെസ്. അതായത് രോഗമുണ്ടാക്കുന്ന സൂക്ഷ്മാണുക്കളുടെ അഭാവത്തിനെയാണ് നമ്മൾ അസെപ്സിസ് എന്ന് പറയുന്നത്. ഓക്കെ. അതായത് രോഗാണുക്കൾ ഒന്നുമില്ലാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കണം എപ്പോഴും ഒരു OT പരിസരത്ത് ഉണ്ടാകേണ്ടത്. ഓക്കെ. മനസ്സിലായോ അത്? യെസ്. And it is used to keep alive a germ-free environment in the operating room. അപ്പൊ ഈ ഒരു ടെക്നിക് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിന്റെ പരിസരങ്ങള് അണുവിമുക്തമായിട്ട് കൊണ്ടുപോകുന്നത്. ഓക്കെ. ഈ ഒരു ടെക്നിക് അതായത് അസെപ്റ്റിക് ടെക്നിക് ഉപയോഗിച്ചുകൊണ്ടിട്ടാണ് നമ്മൾ ജേം-ഫ്രീ എൻവയോൺമെന്റ് ഓപ്പറേഷൻ തിയേറ്ററിൽ നിലനിർത്തുന്നത്. ഓക്കെ. മനസ്സിലായോ എന്താണ് അസെപ്റ്റിക് ടെക്നിക് എന്ന്? ആബ്സെൻസ് ഓഫ് ഡിസീസസ് കോസിംഗ് മൈക്രോ ഓർഗാനിസം ആണ് എന്താ സെപ്സിസ് എന്ന് പറയുന്നത്. സൂക്ഷ്മാണുക്കളിൽ നിന്ന് സ്വതന്ത്രമായിട്ടുള്ള സിറ്റുവേഷൻ അല്ലെങ്കിൽ അവസ്ഥയാണ് സെപ്സിസ് എന്ന് പറയുന്നത്. സെപ്സിക് ടെക്നിക് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിന്റെ പരിസരങ്ങളെ ജേം ഫ്രീ ആക്കുന്നത്. ഓക്കെ. സ്റ്റെറിലൈസേഷൻ പ്രോസസ് ആണത്. യെസ്. മനസ്സിലായോ? ഓക്കെ. ഇപ്പൊ നമ്മൾ പോളിസി ടു എൻറ്റർ ഇൻ നോട്ടീസ് ആണ് പറഞ്ഞത്. അത് കംപ്ലീറ്റ് ആയി. ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് പറയുകയാണ്. ഫസ്റ്റ് നമ്മൾ എന്താണ്? ID കാർഡ് കാണിച്ചാൽ മാത്രം അതിനകത്തേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കും. പിന്നെ ആർട്ടിഫിഷ്യൽ ലൈറ്റ്സ് ഒന്നും ഓപ്പറേഷൻ തിയേറ്റേഴ്സിനകത്ത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് കയറാനായിട്ട് പാടുള്ളതല്ല. പിന്നെ എല്ലാ ജ്വല്ലറീസും റിമൂവ് ചെയ്തിരിക്കണം. സർജറിക്കൽ ക്ലോത്ത്സ് സർജറിക്കൽ ഏരിയാസിൽ മാത്രമായിരിക്കണം വെയർ ചെയ്യേണ്ടത്. പിന്നെ ഏജൻസി പോളിസി പ്രകാരം ഷൂസും ഹെഡും ക്യാപ്സ് ഒക്കെ കൃത്യമായിട്ട് കവർ ചെയ്തിട്ടായിരിക്കണം അതിനകത്തേക്ക് പ്രവേശിക്കേണ്ടത്. പിന്നെ ഹാൻഡ് സ്ക്രബുകൾ യൂസ് ചെയ്യുക. സെപ്റ്റിക് ടെക്നിക്സ് ആയിരിക്കും ഇവിടെ ഉപയോഗിക്കുന്നത്. ഓക്കെ. എന്തിനു വേണ്ടിയിട്ടാണ് സെപ്റ്റിക് ടെക്നിക് ഉപയോഗിക്കുന്നത്? ജേം ഫ്രീ എൻവയോൺമെന്റ് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സെപ്റ്റിക് ടെക്നിക്സുകൾ ഉപയോഗിക്കുന്നത്. ഓക്കെ. യെസ്. എല്ലാവർക്കും ക്ലിയർ ആണോ പോളിസി ടു എൻറ്റർ ഇൻ OT? ഓക്കെ. ഇനി നമുക്ക് നോക്കാം. Each operating room varies depending on the type of surgery being done. Each operating room varies depending on the type of surgery being done. അതായത് ഓപ്പറേറ്റിംഗ് റൂം എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും പ്രധാനമായിട്ടും പ്രവർത്തിക്കുന്നത്? എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കാം? ടൈപ്പ് ഓഫ് സർജറിനെ ബേസ് ചെയ്തായിരിക്കും അല്ലെ? ഏത് ടൈപ്പ് ഓഫ് സർജറി ആണ് നടക്കുന്നതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളായിരിക്കുള്ളൂ അതിനകത്തും നടക്കുന്നത്. ഓക്കെ. യെസ്. അപ്പൊ ആ സിറ്റുവേഷൻസിൽ വ്യത്യാസമല്ല. അത് ഏത് സർജറിയുടെ അനുസരിച്ചിട്ടാണ് ഓപ്പറേറ്റിംഗ് റൂം സജ്ജമാക്കിയത്. സർജറിയുടെ ടൈപ്പിനനുസരിച്ച് മാത്രമായിരിക്കും ഓക്കെ. എന്താണോ ചോദിച്ചത്? ടെക്സ്റ്റ് കിട്ടിയിട്ടില്ലേ നിങ്ങളുടെ കയ്യിൽ? ആരുടെയും ടെക്സ്റ്റ് കിട്ടിയിട്ടില്ല?
ഇല്ല. ഓ, ഇത് പറയണ്ടേ? കിട്ടി, കുറച്ച് പേർക്ക് കിട്ടി. എല്ലാവരും ഓർഡർ കൊടുത്തിട്ടുണ്ടോ? യെസ്, കിട്ടാത്തവര് എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്യുക, വാങ്ങിക്കണം കേട്ടോ. ടെക്സ്റ്റ് നോക്കണം. യെസ്, ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പൊ പതിയെ വരും കേട്ടോ. നമുക്ക് നോക്കാം. അല്ലാത്ത ഭാഗങ്ങൾ നിങ്ങളിപ്പോ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്യുന്നവരാണെങ്കിൽ ലെക്ചർ നോട്ട് പോലെ നോട്ട് ചെയ്ത് പോയാൽ മതി. അല്ലെങ്കിൽ PDF നോക്കി പഠിക്കുക. ടെക്സ്റ്റ് വരുന്ന സമയത്ത്, കിട്ടുന്ന സമയത്ത് അണ്ടർലൈൻ ചെയ്തൊക്കെ പോയാൽ മതി. ഓക്കെ, ഓക്കെ, അതൊരു വിഷയമല്ല. അത് കിട്ടിക്കോളും, ഒന്നും ഡിലേ ആവില്ല, കിട്ടിക്കോളും കേട്ടോ. ഓക്കെ, അപ്പൊ ഓരോ സർജറിയുടെ ബേസ് ചെയ്തിട്ടാണ് ഓപ്പറേഷൻ തിയേറ്റേഴ്സിലെ വർക്കുകൾ പ്രധാനമായിട്ടും നടക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് നോക്കാം. The operating table in the center of the room should be able to rise, lower and tilt in any direction. The operating table in the center of the room should be able to rise, lower and tilt in any direction. ഒരു കാര്യം ചോദിക്കട്ടെ ടീച്ചർ, നിങ്ങൾ ആരെങ്കിലും തിയേറ്ററിനകത്ത് കയറിയവർക്ക് ഓർമ്മയുണ്ടാവോ? ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് കയറിയിട്ടുണ്ടായിരുന്നില്ല? യെസ്, ഓക്കെ. കേറാ വേണ്ടി പറഞ്ഞല്ല കേട്ടോ, കേറാതിരിക്കട്ടെ, അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവരുത്. ഓക്കെ, എങ്കിലും നമ്മുടെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ? അപ്പൊ ഇതിന്റെ ടേബിൾ എന്ന് പറയുന്നത് എവിടെയായിരിക്കും സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്? സെന്ററിലായിരിക്കും അല്ലെ? ഓപ്പറേഷൻ റൂമിന്റെ അകത്ത് സെന്ററിലായിരിക്കുള്ളൂ ഓപ്പറേഷൻ ടേബിൾ നമ്മളെ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, മാത്രമല്ല അതിന്റെ പ്രത്യേകത എന്താണ്? അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു ടേബിൾ ആയിരിക്കുള്ളൂ. എങ്ങനെ അഡ്ജസ്റ്റബിൾ ആകുന്നത് നമുക്ക് പറയാൻ സാധിക്കും? അതായത് able to rise, lower and tilt any direction. ഏത് സ്ഥലത്തേക്ക് നമുക്ക് മൂവബിൾ ആണ് അല്ലെ? ഏത് ഡയറക്ഷൻസിലേക്ക് നമുക്ക് എപ്പോ വേണമെങ്കിലും ഉയർത്താനും താഴ്ത്താനും തിരിക്കാനൊക്കെ സാധിക്കുന്ന രീതിയിലാണ് അത് പൊസിഷനിങ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതായത് ഓപ്പറേഷൻ ടേബിൾ അഡ്ജസ്റ്റബിൾ ആയിരിക്കും. ഒരു പ്രത്യേക ഏരിയയിൽ മാത്രമായിരിക്കും ഇത് ഇരിക്കുന്നത്. പ്രത്യേക ഏരിയയിൽ മാത്രം എനിക്ക് വെച്ചിട്ടുണ്ടായിരിക്കുക. സെന്ററിലാണ് ഓപ്പറേഷൻ തിയേറ്ററിന്റെ സെന്ററിലാണ് ഇത് വെച്ചിരിക്കുന്നത്. ഇത് എപ്പോ വേണമെങ്കിലും നമുക്ക് ഉയർത്താനും താഴ്ത്താനും പറ്റുന്ന രീതിയിൽ എപ്പോഴും പൊസിഷനിങ് ചെയ്തിട്ടായിരിക്കുള്ളൂ ആ ടേബിൾ അവിടെ സിറ്റുവേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക. ഓക്കെ, ഇനി സെക്കൻഡ് വൺ എന്താണ്? The operating room lamps allow for brilliant illumination without shadows in the case of surgery. The point എന്താണ്? The operating room lamps allow for brilliant illumination without shadows in the case of surgery. ഇതിനകത്തുള്ള ലൈറ്റിനിങ് സംവിധാനങ്ങൾ എങ്ങനെയായിരിക്കും എന്നാണ് നമ്മൾ പഠിച്ചത്. OR എൻവയോൺമെന്റ് പറഞ്ഞപ്പോൾ നമ്മൾ ഈ ഒരു പോയിന്റ് പറഞ്ഞിരുന്നു. ബ്രില്യന്റ് ആയിട്ടുള്ള ലൈറ്റിനിങ് സംവിധാനങ്ങൾ ലൂമിനസ് ആയിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു. വളരെ തിളക്കമാർന്നിട്ടുള്ളൊരു റൂം ആയിരിക്കും. യെസ്, ബ്രൈറ്റനിങ് ലൈറ്റ്സ് അവിടെ ഉപയോഗിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ബ്രൈറ്റനിങ് ആയിട്ടുള്ള ലൈറ്റ്സുകൾ നമ്മൾ ഉപയോഗിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? വിത്തൗട്ട് ഷാഡോസ് ഇൻ ദ കേസ് ഓഫ് സർജറി. അതായത് സർജറി നടക്കുന്ന സമയത്ത് ഷാഡോസ് അല്ലെങ്കിൽ നിഴലുകൾ ഉണ്ടാവാൻ പാടില്ല അല്ലെ? ഡോക്ടേഴ്സ് ഒക്കെ സർജനൊക്കെ സർജറി ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ മറഞ്ഞു നിൽക്കുന്ന സമയത്ത് ഒരിക്കലും ആ ഒരു ഭാഗം, പേഷ്യന്റിന്റെ ആ ഒരു ഭാഗം എന്താണ്, ഷാഡോ വന്ന് മാഞ്ഞു പോകാനായിട്ട് സാധ്യത, അങ്ങനെ ഉണ്ടാവാനുള്ള സിറ്റുവേഷൻ ഉണ്ടാവരുത് അല്ലെ? അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇതിന്റെ ബ്രില്യന്റ് ആയിട്ടുള്ള ബ്രൈറ്റനിങ് സംവിധാന ലൈറ്റ്സുകൾ, അതില് നല്ല നല്ല ബ്രൈറ്റനിങ് ആയിട്ടുള്ള ലാമ്പുകൾ അലോ ചെയ്യുന്നു. ഓക്കെ, ഷാഡോസ് റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, മനസ്സിലായോ പോയിന്റ്? സെക്കൻഡ് പോയിന്റ് മനസ്സിലായോ? യെസ്. അടുത്തത്, patient will be linked to different monitors that keep track of vital signs. This consists of your heart rate and blood pressure. Patient will be linked to different monitors. Patients ഓപ്പറേഷൻ തിയേറ്റേഴ്സിനകത്തുള്ള പേഷ്യൻസ് മോണിറ്റേഴ്സ് ആയിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലെ? എന്തിനു വേണ്ടിയിട്ടാണ് അവർ ലിങ്ക് ചെയ്തിരിക്കുന്നത്? ട്രാക്ക് ഓഫ് വൈറ്റൽ സൈൻസ് അല്ലെ? പേഷ്യൻസിന്റെ വൈറ്റൽ സൈൻസുകളെ ട്രാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പേഷ്യൻസിന്റെ ബയോമെട്രിക്കൽ വാല്യൂസ് ആയിട്ടുള്ള എന്തൊക്കെയാണ് ബയോമെട്രിക്കൽ വാല്യൂസ് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. എന്തൊക്കെയാണ് വൈറ്റൽ സൈൻസ്? BP, ഹാർട്ട് റേറ്റ്, ടെമ്പറേച്ചർ, സാച്ചുറേഷൻ, ഹാർട്ട് റേറ്റ്. ഓക്കെ, യെസ്, ഇവ മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഈ മോണിറ്ററിൽ നമുക്ക് നോക്കുന്ന സമയത്ത് പേഷ്യൻസിന് എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് വന്നു കഴിഞ്ഞാൽ ആ മോണിറ്ററിൽ എന്താണ് വേരിയേഷൻസ് കാണിക്കും അല്ലെ? പേഷ്യൻസിൽ ഉണ്ടാകുന്ന വേരിയേഷൻസ് നമുക്ക് ആ മോണിറ്ററിൽ നോക്കി കഴിഞ്ഞാൽ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും.
ഓക്കെ, അതായത് ഇപ്പൊ ബ്ലഡ് പ്രഷറിലോ ഹാർട്ട് റേറ്റിലോ ഒക്കെ എന്തെങ്കിലും തരത്തിലുള്ള വേരിയേഷൻസ് വന്ന പേഷ്യൻസിന്റെ കണ്ടീഷൻ മോശമാകുന്ന സിറ്റുവേഷൻസിൽ നമുക്ക് അത് എങ്ങനെയാണെന്ന് മോണിറ്ററിൽ നോക്കിക്കഴിഞ്ഞാലായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ പേഷ്യൻസ് എപ്പോഴും എങ്ങനെയായിരിക്കും, ഇതിനകത്തുള്ള പേഷ്യൻസ് എപ്പോഴും മോണിറ്റേഴ്സ് ആയിട്ട് ലിങ്ക്ഡ് ആയിരിക്കുള്ളൂ. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ് ലിങ്ക് ചെയ്തിരിക്കുന്നത്? അവരുടെ വൈറ്റൽ സയൻസുകളെ ട്രാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, ശബ്ദം ബ്രേക്ക് ആയി പോകുന്നുണ്ടോ? ഇല്ലല്ലോ. Okay, yes. Then at the point, a ventilator or breathing machine stand close to the head of the operating table. If the procedure is done under general anesthesia, a ventilator will breathe for you in the course of the procedure, moving oxygen and air in and out of your lungs. A ventilator or breathing machine stand close to the head of the operating table. എന്താ പറയുന്നത്? ഓപ്പറേഷൻ ടേബിളിന് തൊട്ടടുത്ത് തന്നെയായിട്ട് എന്തുണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്? എന്തുണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്? വെന്റിലേറ്റർ അല്ലെങ്കിൽ ബ്രീത്തിങ് മെഷീൻ ഉണ്ടായിരിക്കണം അല്ലെ? ഏത് സമയത്തും ഒരു സർജറി നടക്കുന്ന സമയത്ത് എപ്പോൾ വേണമെങ്കിലും ഒരു കോംപ്ലിക്കേഷൻസ് സംഭവിക്കാം അല്ലെ? ഇപ്പൊ വേണമെങ്കിൽ നമുക്ക് അറിയാൻ സാധിക്കില്ല, ആ ഒരു സമയത്ത് വെന്റിലേറ്ററിന്റെ സഹായം ആവശ്യമായിട്ട് വന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്താണ്, ഓപ്പറേറ്റിംഗ് ടേബിളിന്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് വെന്റിലേറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇനി ജനറൽ അനസ്തീഷ്യ കൊടുക്കുന്ന സമയത്ത് അല്ലെ, ജനറൽ അനസ്തീഷ്യ കൊടുക്കുന്ന സമയത്തും അല്ലെങ്കിൽ സർജറി നടക്കുന്ന സമയത്തും ഒരാളുടെ ലങ്സിന്റെ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നത് ആരായിരിക്കും ഏറ്റെടുക്കുന്നത്? അതായത് ഇത്തരം പേഷ്യൻസിന് പ്രത്യേകിച്ച് നമ്മളുടെ ബൈപ്പാസ് സർജറി അല്ലെങ്കിൽ കാർഡിയാക് സർജറി, ബ്രെയിൻ സർജറി ഒക്കെ നടക്കുന്ന സമയത്ത് അനസ്തേഷ്യ കൊടുത്തിട്ടായിരിക്കും ഇതൊക്കെ ചെയ്യുന്നത് അല്ലെ? അനസ്തേഷ്യ കൊടുത്തിട്ടാണ് ഇത്തരം സർജറികൾ നമ്മൾ പ്രധാനമായിട്ടും ചെയ്യുന്നത്. ആ സമയത്ത് പേഷ്യൻസിന് എന്താണ്, സ്വതന്ത്രമായിട്ട് ബ്രീത്തിങ് ചെയ്യാനായിട്ട് സാധിക്കാത്ത സിറ്റുവേഷൻസ് ഉണ്ട്. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ എന്താണ്, വെന്റിലേറ്ററിന്റെ സഹായം ആവശ്യമായിട്ടുണ്ടാകുക. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെന്റിലേറ്റർ ഓപ്പറേഷൻ ടേബിളിന്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് സെറ്റ് ചെയ്യാനായിട്ട് ആവശ്യപ്പെടുന്നത്. ഓക്കെ, യെസ്. ഇപ്പൊ ജനറൽ അനസ്തേഷ്യ കൊടുക്കുന്ന സമയത്ത് പേഷ്യൻസ് കോൺഷ്യസ് ആയിരിക്കോ? ജനറൽ അനസ്തേഷ്യ കൊടുക്കുന്ന സമയത്ത് പേഷ്യൻസ് കോൺഷ്യസ് ആയിരിക്കോ? ആണോ? ആയിരിക്കോ? ആയിരിക്കും എന്നാണ് നിങ്ങൾ പറയുന്നത്? ഓക്കെ, ഇപ്പൊ നിങ്ങൾ ഡെലിവറി ടൈമിൽ കുറെ പേര് അനസ്തേഷ്യക്ക് അല്ലെ, ഡെലിവറി ടൈമിൽ നിങ്ങൾ അനസ്തേഷ്യക്ക് ഇട്ടിട്ടുണ്ടാവും. ഏത് ടൈപ്പ് ഓഫ് അനസ്തേഷ്യയാണ് ആ സമയത്ത് നമുക്ക് നൽകുന്നത്, ഡെലിവറി ടൈമിൽ കൊടുക്കുന്നത്? യെസ്, വെരി ഗുഡ്, എപ്പിഡ്യൂറൽ അനസ്തേഷ്യ അല്ലെ? ഡെലിവറി ടൈമിൽ നമ്മൾ കൊടുക്കുന്നതാണ് എപ്പിഡ്യൂറൽ അനസ്തേഷ്യ എന്ന് പറയുന്നത്. അപ്പോ അതായത് പേഷ്യൻസ് ഈ സമയത്ത് കോൺഷ്യസ് ആയിരിക്കും. എപ്പിഡ്യൂറൽ അനസ്തേഷ്യ കൊടുക്കുന്ന സമയത്ത് പേഷ്യന്റ് കോൺഷ്യസ് ആയിരിക്കും. പക്ഷെ ജനറൽ അനസ്തേഷ്യ കൊടുക്കുന്ന സമയത്തോ പേഷ്യന്റ് അൺകോൺഷ്യസ് ആയിരിക്കുള്ളൂ കേട്ടോ. അതാണ് അത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. യെസ്, ഓക്കെ. നമ്മൾ എന്താ പറയുന്നത്, ഇപ്പൊ വെന്റിലേറ്ററിന്റെ സഹായം ആവശ്യമാണ്. ഓപ്പറേഷൻ ടേബിളിന്റെ തൊട്ടടുത്ത് തന്നെ വെന്റിലേറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ജനറൽ അനസ്തേഷ്യ കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പേഷ്യൻസിന് ബ്രീത്ത് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസിൽ പേഷ്യൻസിന്റെ ബ്രീത്തിങ് ഫെസിലിറ്റീസ് അല്ലെങ്കിൽ അവരുടെ എന്താണ് സ്വതന്ത്രമായിട്ട് ബ്രീത്ത് എടുക്കാൻ പറ്റാത്ത സമയത്ത് വെന്റിലേറ്റേഴ്സ് ആണ് അതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നത്. അപ്പൊ അതിന് ഓപ്പറേറ്റിംഗ് ടേബിളിന്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് വെന്റിലേറ്റർ ഉണ്ടായിരിക്കേണ്ടതാണ്. പിന്നെന്താണ്, germ free instruments to be used during surgery. germ free instruments to be used during surgery. എങ്ങനെയുള്ള ഇൻസ്ട്രുമെന്റ്സ് ആണ് നമ്മൾ സർജറി ടൈമിൽ ഉപയോഗിക്കേണ്ടത്? എങ്ങനെയുള്ള ഇൻസ്ട്രുമെന്റ്സ് ആണ്? germ free ആയിട്ടുള്ള വിമുക്തമായിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് ആണ്, ഉപകരണങ്ങളാണ് നമ്മൾ സർജറി നടക്കുന്ന സമയത്ത് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ദെൻ ഡിസിൻഫെക്ട് ചെയ്ത ഇൻസ്ട്രുമെന്റ്സുകളാണ് നമ്മൾ, അല്ലെങ്കിൽ അനുപമുക്തമായിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് ആണ് നമ്മൾ സർജറി ടൈമിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, then a diathermy machine to control bleeding usually is present. A diathermy machine, എന്താണ് ഡയാതെർമി മെഷീൻ എന്ന് പറയുന്നത്? ബ്ലീഡിംഗ് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെഷീൻ ആണ് ഡയാതെർമി മെഷീൻ എന്ന് പറയുന്നത്. ഓക്കെ, കേട്ടിട്ടുണ്ടോ നിങ്ങളത്? ഡയാതെർമി മെഷീൻ ടു കൺട്രോൾ ബ്ലീഡിംഗ്. അതായത് ഇതിന്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഷേപ്പാണ്, നമ്മുടെ ഒരു പേനയുടെ ഒക്കെ വലുപ്പത്തിലായിരിക്കും, ഒരു ചെറിയൊരു ഡിവൈസ് ആണ് കേട്ടോ.
നമ്മൾ ഈ പേര് അടിച്ചു കൊടുത്താൽ ഗൂഗിളിൽ അതിന്റെ ഇമാജസ് വരും. ഡയാത്തമി മെഷീൻ എന്ന് നോക്കിയാൽ അതിന്റെ ഇമാജസ് വരെ നിങ്ങൾക്ക് നോക്കിയാൽ മതി. ഇതൊരു ചെറിയൊരു ഡിവൈസസ് ആണ്. ഒരു പേനയുടെ ആകൃതിയിലാണ് ഇരിക്കുന്നത് കേട്ടോ, പേനയുടെ ഷേപ്പിലാണ്. അപ്പൊ ചെറിയ മുറിവുകൾ ഉണ്ടാക്കുന്നതിനുള്ള ഒരു ചെറിയ തരത്തിലുള്ള മുറിവുകൾ ഉണ്ടാക്കാൻ പറ്റുന്നതിനുള്ള ഒരു ചെറിയൊരു മെഷീൻ കൂടിയാണ് ഇത് ഡയാത്തമി മെഷീൻ എന്ന് പറയുന്നത്. ടു കൺട്രോൾ ബ്ലീഡിങ്. ഓക്കെ, അപ്പൊ ബ്ലീഡിങ് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മെഷീൻ ഏതാണ്? ഡയാത്തമി മെഷീൻ. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ, ടെക്സ്റ്റ് ഉള്ളവർ അണ്ടർലൈൻ ചെയ്ത് നോക്കോളൂ. ഓക്കെ, if the surgery requires it, a heart-lung machine or other specialized tool may be brought into the room. Surgery requires a heart-lung machine or other specialized tool may be brought into the room. ഇനി എന്താണ് ഹാർട്ട് ലങ് മെഷീൻസ് അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് ടൂൾസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ഹാർട്ട് ലങ് മെഷീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാർട്ട് ലങ് മെഷീൻ വെന്റിലേറ്റർ. ഓക്കെ, വെന്റിലേറ്റർ മാത്രമാണോ ഹാർട്ട് ലങ് മെഷീൻസിൽ ഉൾപ്പെടുന്നത്? CPB എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? CPB, കാർഡിയോ പൾമോണറി ബൈപ്പാസ് മെഷീൻ. കാർഡിയോ ഒന്ന് നോട്ട് ചെയ്തോളൂ കേട്ടോ. കാർഡിയോ പൾമണറി ബൈപ്പാസ് മെഷീൻ. കാർഡിയോ പൾമണറി ബൈപ്പാസ് മെഷീൻ. ഓക്കെ, CPB എന്ന് നമ്മൾ ഷോർട്ട് ഫോമിൽ പറയും, SCPB എന്ന് പറയും. ഓക്കെ, ഷോർട്ട് ഫോം ആണ് CPB. കാർഡിയോ പൾമണറി ബൈപ്പാസ് ഡിവൈസ് അല്ലെങ്കിൽ മെഷീൻ. നമുക്കറിയാം, ഒരു സർജറി നടക്കുന്ന സമയത്ത് എല്ലാ ടൂൾസുകളും അല്ലെ, എല്ലാ ഡയഗ്നോസിസ് ടൂൾസുകളും അല്ലെങ്കിൽ എല്ലാ മെഷീൻസും അവിടെ അവൈലബിൾ ആയിരിക്കണം അല്ലെ. അതായത് പ്രത്യേകിച്ച് ഹാർട്ട് ലങ് മെഷീൻസ് ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്? ഹാർട്ട് ലങ് മെഷീൻസുകൾ അതായത് ഒരു സർജറി നടക്കുന്ന സമയത്ത് പേഷ്യൻസിന്റെ ഹാർട്ടിന്റെയും ലങ്സിന്റെയും ഒക്കെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നത് ആരായിരിക്കും? ഹാർട്ട് ലങ് മെഷീൻസ് ആയിരിക്കും അല്ലെ. അവർക്ക് സ്വതന്ത്രമായിട്ട് ബ്രീത്തിങ് എടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ അവരുടെ ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങളിലെ ലങ്സിന്റെയും ഹാർട്ടിന്റെയും പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്ന ഡ്യൂട്ടീസ് ആണ് ആര് കൈകാര്യം ചെയ്യുന്നത്? ഹാർട്ട് ലങ് മെഷീൻസുകൾ കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, യെസ്. ഇനി അതർ സ്പെഷ്യലൈസ്ഡ് ടൂൾസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? അതർ സ്പെഷ്യലൈസ്ഡ് ടൂൾസ് എന്തൊക്കെയാണ്? അതർ സ്പെഷ്യലൈസ്ഡ് ടൂൾസ് എന്തൊക്കെ ഡയഗ്നോസിസ് ടൂൾസ് നമുക്കറിയാം? കഴിഞ്ഞ ക്ലാസ്സിൽ ഇതൊക്കെ മറന്നുപോയോ? ECG മെഷീൻസ്, പോർട്ടബിൾ എക്സ്റേ, പൾസ് ഓക്സിമീറ്റർ, പിന്നെ CPR, ഓക്സിജൻ സിലിണ്ടർ ആണോ? അല്ല, സ്പെഷ്യലൈസ്ഡ് ടൂൾസുകളാണ് ടീച്ചർ ചോദിച്ചത്. ഏതൊക്കെയാണ് സ്പെഷ്യലൈസ്ഡ് ടൂൾസുകൾ വരുന്നത്? സ്കാനർ, പോർട്ടബിൾ എക്സ്റേ, പിന്നെ ECG, BP അപ്പാരറ്റസ്, സ്റ്റെതസ്കോപ്പ്, ഓക്കെ തുടങ്ങി തെർമോമീറ്റർ. യെസ്, ഓക്കെ, യെസ്. ഇപ്പൊ എല്ലാ തരത്തിലുള്ള ബാക്കി ടൂൾസ്, സ്പെഷ്യലൈസ്ഡ് ടൂൾസുകളും അതുപോലെ തന്നെ എന്താണ് ഹാർട്ട് ലങ് മെഷീൻസും എവിടെ ഉണ്ടായിരുന്ന സർജറി നടക്കുന്ന സമയത്ത് അവിടെ ലഭ്യമായിരിക്കേണ്ടതാണ്. അപ്പൊ ആ ഒരു സിറ്റുവേഷൻസിൽ അതായത് ഹാർട്ട് ലങ് മെഷീൻസ് ആണ് പ്രത്യേകിച്ച് കാർഡിയാക് സർജറി പോലുള്ള സർജറിക്ക് നടക്കുന്ന സമയത്ത് പേഷ്യൻസിന്റെ ലങ്സിന്റെ ഒക്കെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നത് ഇത്തരത്തിലുള്ള മെഷീൻസുകളായിരിക്കും. ഓക്കെ, യെസ്. അപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ്? ഹാർട്ട് ലങ് മെഷീൻസ്, സ്പെഷ്യലൈസ്ഡ് ടൂൾസുകൾ എപ്പോഴും തിയേറ്റേഴ്സിനകത്ത് അവൈലബിൾ ആയിരിക്കണം. എപ്പോ വേണമെങ്കിലും അതിന്റെ ആവശ്യകത വന്നേക്കാം. യെസ്. Then the operating room will likely be called to reduce bacterial growth. The operating room will be likely be called to reduce bacterial growth. എന്താ പറയുന്നത്? ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോയിന്റ്സുകൾ ഉൾപ്പെടുന്ന റിലേറ്റഡ് ആണ്. ബാക്ടീരിയൽ ഗ്രോത്ത് കുറയ്ക്കുന്നതിനായിട്ട് എങ്ങനെയായിരിക്കണം നമ്മൾ എൻവയോൺമെന്റ് സെറ്റ് ചെയ്യേണ്ടത്? കൂൾ ടെമ്പറേച്ചറിൽ നിലനിർത്തണം അല്ലെ. എയർ കണ്ടീഷൻ ആയിട്ടുള്ള റൂംസ് ആയിരിക്കുള്ളൂ ഓപ്പറേഷൻ റൂംസ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ കൂളർ ടെമ്പറേച്ചറിൽ നിലനിർത്തുന്നത്? ബാക്ടീരിയൽ ഗ്രോത്ത് റിഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓപ്പറേഷൻ റൂമിലെ ടെമ്പറേച്ചർ കൂളായിട്ട് നിലനിർത്തുന്നത്.
ഓക്കെ, യെസ്, എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കണം അവിടെ ടെമ്പറേച്ചർ നിലനിർത്തേണ്ടത്. യെസ്, ഓക്കെ. ഇപ്പൊ പറഞ്ഞ പോയിന്റ്സുകളില് എന്തെങ്കിലും സംശയം ഉണ്ടോ? ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യണോ? ജസ്റ്റ് ഒന്ന് ബ്രീഫ് ആയിട്ട് നമുക്കൊന്ന് പറഞ്ഞു പോകാം. ഏതെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. ഓക്കെ, ഓപ്പറേറ്റിംഗ് ടേബിൾ എങ്ങനെയായിരിക്കണം എന്നാണ് നമ്മൾ പറഞ്ഞത്. ഓപ്പറേറ്റിംഗ് ടേബിൾ ഇൻ ദ സെന്റർ ഓഫ് ദ റൂം ഷുഡ് ബി ഏബിൾ ടു റൈസ്, ലോവർ ആൻഡ് ടിൽറ്റ് ഇൻ എനി ഡയറക്ഷൻ. ഓപ്പറേഷൻ ടേബിൾ എങ്ങനെയായിരിക്കും? നമുക്ക് സെന്ററിലായിരിക്കും അതിന്റെ പൊസിഷനിങ് വരുന്നത്. എങ്ങനെ വേണമെങ്കിലും നമുക്ക് അഡ്ജസ്റ്റിംഗ് ചെയ്യാവുന്ന രീതിയിലായിരിക്കും അത് തയ്യാറാക്കിയിട്ടുണ്ടായിരിക്കും. ഓപ്പറേറ്റിംഗ് ടേബിൾ അഡ്ജസ്റ്റബിൾ ആയിരിക്കും, പൊസിഷൻ ചെയ്യാവുന്ന തരത്തിലായിരിക്കും അത് തയ്യാറാക്കിയിരിക്കുക. പിന്നെ അവിടെ ബ്രില്യന്റ് ആയിട്ടുള്ള ഇലൂമിനേഷൻ ഉണ്ടായിരിക്കും. ബ്രില്യന്റ് ഇലൂമിനേഷൻ അവിടെ കൊടുക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? വിത്തൗട്ട് ഷാഡോ ഇൻ ദ കേസ് ഓഫ് സർജറി. സർജറി നടക്കുന്ന സമയത്ത് ഷാഡോസ് ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ബ്രില്യന്റ് ആയിട്ടുള്ള ലൈറ്റിനിങ് സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, പിന്നെ പേഷ്യൻസ് എല്ലാം തന്നെ എന്താണ് ഡിഫറെന്റ് ആയിട്ടുള്ള മോണിറ്റേഴ്സ് ആയിട്ട് ലിങ്ക്ഡ് ആയിരിക്കും. എന്തിനാണ് മോണിറ്റേഴ്സിൽ ലിങ്ക് ചെയ്തിരിക്കുന്നത്? ഇതിന്റെ വൈറ്റൽ സയൻസുകൾ ട്രാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പേഷ്യൻസിനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മോണിറ്റേഴ്സിൽ ലിങ്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ വെന്റിലേറ്ററിന്റെ സൗകര്യം ആവശ്യമുണ്ടോ? ഉണ്ട് അല്ലെ? യെസ്, എവിടെ ഉണ്ടായിരിക്കണം വെന്റിലേറ്റർ? എപ്പോഴും ഓപ്പറേഷൻ ടേബിളിന്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് വെന്റിലേറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, പിന്നെ ജാഫ്രി ഇൻസ്ട്രുമെന്റ്സ് ആയിരിക്കുള്ളൂ സർജറിയുടെ സമയത്ത് ഉപയോഗിക്കുന്നത്. അനുബന്ധമായിട്ടുള്ള ഉപകരണങ്ങളായിരിക്കുള്ളൂ സർജറി സമയത്ത് നമ്മൾ ഉപയോഗിക്കേണ്ടത്. പിന്നെ ബ്ലീഡിംഗ് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏതൊരു ഡിവൈസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഡയാതേർമി മെഷീൻ. ബ്ലീഡിംഗ് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡയാതേർമി മെഷീൻസ് ഉപയോഗിക്കുന്നു. പിന്നെ സർജറിയുടെ സമയത്ത് ഹാർട്ട്സിന്റെയും ലങ്സിന്റെ ഒക്കെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടക്കുന്നത് ആരാണ്? ഹാർട്ട് ലങ് മെഷീൻസ് ആൻഡ് അതർ സ്പെഷ്യലൈസ്ഡ് ടൂൾസ്. ഓപ്പറേറ്റിംഗ് റൂം എങ്ങനെയായിരിക്കണം എന്നാണ് നമ്മൾ പറയുന്നത്? കോൾഡ് ടെമ്പറേച്ചർ ആയിരിക്കണം അല്ലെ? റെഡ്യൂസ് ബാക്ടീരിയൽ ഗ്രോത്ത്. ബാക്ടീരിയൽ ഗ്രോത്ത് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് കോൾഡ് ആയിട്ടുള്ള ടെമ്പറേച്ചർ ആയിരിക്കും നമ്മൾ ഓപ്പറേഷൻ തിയേറ്റേഴ്സിൽ നിലനിർത്തുന്നത്. ഓക്കെ, അഞ്ചു എന്ത് പറ്റി? ക്യാമറ അറിയാതെ ഓൺ ആയി പോയതാണോ? കുഴപ്പമൊന്നുമില്ല, ചോദിച്ചെന്നുള്ളൂ കേട്ടോ. ക്യാമറ ഓൺ ചെയ്ത് അറ്റൻഡ് ചെയ്യുന്നവർക്ക് ചെയ്യാം, നമുക്കൊരു പ്രശ്നമില്ല. Third point of patient will be linked to different monitors. അതായത് ഓപ്പറേഷൻ തിയേറ്റേഴ്സിനകത്തുള്ള പേഷ്യൻസ് നമുക്ക് മോണിറ്റേഴ്സ് ഉണ്ടായിരിക്കും അല്ലെ? അതായത് പേഷ്യൻസിന്റെ വൈറ്റൽ സയൻസുകൾ ട്രാക്ക് ചെയ്യാനായിട്ട്, അതായത് ഒരു BP അല്ലെങ്കിൽ ഹാർട്ട് റേറ്റ്, ബ്ലഡ് പ്രഷർ, ഇതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്, അതിൽ എന്തൊക്കെ വേരിയേഷൻസ് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും പേഷ്യൻസുമായിട്ട് അത് ലിങ്ക് ചെയ്തിട്ടുണ്ടാവും, പേഷ്യൻസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് ആ മോണിറ്ററിൽ മാത്രമായിരിക്കും അതിനകത്ത് പേഷ്യൻസിന്റെ വേരിയേഷൻസ്, BP എത്രത്തോളം ഉണ്ട്, സാച്ചുറേഷൻ എങ്ങനെയാണ്, ഹാർട്ട് റേറ്റ് എത്രത്തോളം ഉണ്ട്, എത്ര അളവിലാണെന്നൊക്കെ നമുക്ക് നോക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് പേഷ്യൻസിന്റെ മോണിറ്റേഴ്സ് ആയിട്ട് നമ്മൾ ലിങ്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ, യെസ്. അടുത്ത ഭാഗം പറയട്ടെ ടീച്ചർ. ഓക്കെ, യെസ്. ഇനി നമുക്ക് നോക്കാം സോണിംഗ് ദ ഓപ്പറേഷൻ തിയേറ്റർ. സോണിംഗ് ദ ഓപ്പറേഷൻ തിയേറ്റേഴ്സ്. ഓപ്പറേഷൻ തിയേറ്റേഴ്സിന് പ്രധാനമായിട്ടും പല സോൺസുകളായിട്ടാണ്, അല്ലെങ്കിൽ പല സോൺസ് വെച്ച് പല ഏരിയാസ് അല്ലെങ്കിൽ റൂംസുകളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ പ്രധാനമായിട്ടും 4 സോൺസുകൾ വരുന്നുണ്ട്. അതായത് പ്രൊട്ടക്റ്റീവ് സോൺ, ക്ലീൻ സോൺ, സ്റ്റെറൈൽ സോൺ ആൻഡ് ഡിസ്പോസൽ സോൺ. ഇതോരോന്നും നമ്മൾ ഏതൊക്കെയാണ് ഓരോ സോൺസിൽ ഉൾപ്പെടുന്നത്? ഇതൊക്കെയെല്ലാം ഏരിയാസ് ആണ്, ഒരു റൂംസുകളാണ് ഇതെല്ലാം തന്നെ. ഇതിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത് എന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അതിന് മുമ്പായിട്ട് എന്താണ് ഒരു OT സ്യൂട്ട് എന്ന് നമ്മൾ പഠിക്കും. OT സ്യൂട്ട് കേട്ടിട്ടുണ്ടോ? നോക്കാം. The OT suite is a potential source of a hospital infection in general and food infection in particular. The suite should be planned with the aim of reducing the risk of hospital infection being brought into the suite. Okay, നമ്മൾ സ്യൂട്ട് എന്നുള്ളൊരു വാക്ക് കേട്ടിട്ടുണ്ടോ? അപ്പൊ എന്തായിരിക്കും OT സ്യൂട്ട് എന്ന് പറയുന്നത്? OT സ്യൂട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? അപ്പോ
അറിയില്ല. ഞാൻ ചോദിക്കട്ടെ ടീച്ചർ, നമ്മുടെ ഓപ്പറേഷൻ തിയേറ്റേഴ്സിന്റെ ഭാഗങ്ങളിലെ എല്ലാ റൂമുകളും ഒരുമിച്ചാണോ കിടക്കുന്നത്? ഒരുമിച്ചാണോ അല്ലെങ്കിൽ സെപ്പറേഷൻ വരുന്നുണ്ടാവും? അല്ല അല്ലെ? അതായത് എന്താണിപ്പോ ഒരു സ്പ്ലിറ്റ് ആയിട്ട് അല്ലെങ്കിൽ സെപ്പറേറ്റഡ് ആയിട്ടായിരിക്കും കിടക്കുന്നത്. അതായത് പരസ്പരം ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള, അതായത് ഒരു മുറിയിൽ നിന്നിപ്പോ ഓപ്പറേഷൻ റൂം അല്ലെങ്കിൽ റിക്കവറി റൂം അല്ലെങ്കിൽ അതിന് മുൻപുള്ള അല്ലെ സർജറിക്ക് മുമ്പുള്ള റൂംസുകൾ, അങ്ങനെ പലതരത്തില് സോണിങ് വരുന്നത്, പല റൂംസുകൾ അതിനകത്ത് വരുന്നത്. അപ്പൊ ഇവ തമ്മിൽ എന്താണ് അടുപ്പം? ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എന്താ? ഇവ തമ്മിൽ ഇന്റർ കണക്റ്റഡ് ആണ്. എല്ലാ റൂംസുകളും അല്ലെ സർജറി നടക്കുന്ന സ്ഥലം അതിനുശേഷം റിക്കവറി റൂമുകള് അല്ലെങ്കിൽ സർജറി നടക്കുന്ന സമയം തമ്മിൽ എന്താണ് കുറെ അകലെയായിരിക്കും. കുറെ അകലെയായിരിക്കുമോ സർജറി തിയേറ്റേഴ്സ് വരുന്ന സ്ഥലങ്ങള്, തിയേറ്റേഴ്സിന്റെ റൂമുകള് ഇന്റർ കണക്റ്റഡ് ആയിരിക്കും അല്ലെ? അപ്പൊ പരസ്പരം ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള നിരവധി റൂമുകളെയാണ് നമ്മൾ OT സ്യൂട്ട് എന്ന് പറയുന്നത് കേട്ടോ. യെസ്, അതങ്ങനെ മനസ്സിലാക്കാൻ എന്താണ് പരസ്പരം ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള, അതായത് പരസ്പരം പരസ്പരം കണക്റ്റഡ് ആണ് അല്ലെ? ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് അത് കണക്റ്റഡ് ആണ്. ഇതിന് വേണ്ടിയിട്ടാണ് പേഷ്യൻസ് ഡിഫിക്കൽട്ടീസ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള ഏരിയാസിനെ റൂമുകളെയാണ് നമ്മൾ OT സ്യൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, then the suit should be planned with the aim of reducing the risk of hospital infection being brought into suit. ഇതെന്താണ്? ഒരു സ്പേസിൽ ഇപ്പൊ ഇന്റർ കണക്റ്റഡ് ആണെങ്കിലും ഒരു സ്യൂട്ടിൽ നിന്ന് മറ്റൊരു സ്പേസിലേക്ക് മാറുന്ന സമയത്ത് എന്താണ് അവിടെ എങ്ങനെയായിരിക്കണം അവിടെ ഇൻഫെക്ഷൻ, യാതൊരു വിധത്തിലുള്ള ഇൻഫെക്ഷൻസ് ഒന്നും തന്നെ വരാൻ പാടില്ല. അപ്പൊ അതായത് ഇൻഫെക്ഷൻസ് ഒന്നും വരാത്ത രീതിയിലായിരിക്കും ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള റൂംസുകൾ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എപ്പോഴും അതിങ്ങനെ എപ്പോഴും ക്ലീൻ ചെയ്തുകൊണ്ടേയിരിക്കും. OT സ്യൂട്ട്സുകൾ എപ്പോഴും എന്താണ് ഇൻഫെക്ഷൻസ് ഒന്നും വരാത്ത ഏരിയാസ് ആയിരിക്കും എപ്പോഴും അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ക്ലീൻ ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പൊ OT സ്യൂട്ട് എന്ന് പറയുന്നത് എന്താണ്? പരസ്പരം ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള റൂമുകളെയാണ് നമ്മൾ OT സ്യൂട്ടുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ പ്ലാൻ ചെയ്തതിന്റെ എയിം എന്ന് പറഞ്ഞാൽ എന്താണ്? റെഡ്യൂസിങ് ദ റിസ്ക് ഓഫ് ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ. ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൃത്യമായിട്ട് സ്യൂട്ടുകളായിട്ട് ഇതിനെ തരംതിരിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി ഈ സോണിൽ അല്ലെങ്കിൽ UT സ്യൂട്ടിൽ OT സ്യൂട്ടിൽ നമ്മൾ പാലിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. കുറെ പ്രൊസീജിയേഴ്സിന്റെ അടിസ്ഥാനത്തിലാണ് OT സ്യൂട്ട് പ്രവർത്തിക്കുന്നത്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ സോണിങ്ങുമായി ഓപ്പറേഷൻ തിയേറ്ററിലെ സോണിങ്ങുമായി ബന്ധപ്പെട്ട് കുറച്ച് പ്രിൻസിപ്പിൾസ് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഓക്കെ, ജനറൽ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് പോയിന്റ് പറയട്ടെ. ക്ലീൻ ഫ്രം ഡർട്ടി ട്രാഫിക്. Clean from dirty traffic. Flow within the OT suite should be kept apart as much as possible. Space in the suite have to be arranged in such a way that while moving from one space to another, there should be a constant progression of cleanliness from entrance of OT suite to operating room. Clean from dirty traffic. എന്താണ് dirty traffic എന്ന് ഉദ്ദേശിക്കുന്നത്? ആരെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്? ആളുകളുടെ ഫ്ലോയാണ് അല്ലെ? ഹോസ്പിറ്റലിൽ വരുന്ന ആളുകളുടെ ഫ്ലോ കുറയ്ക്കും. ഡർട്ടി ട്രാഫിക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോ തിയേറ്റേഴ്സിന് മുമ്പിൽ എപ്പോഴും ഇങ്ങനെ ക്ലീൻ ചെയ്ത് കണ്ടിട്ടില്ലേ? ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഫ്രണ്ട് ഭാഗങ്ങളിലെ എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് അവർ ക്ലീൻ ചെയ്ത് കാണാം. എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ക്ലീൻ ചെയ്യുന്നത്? ഹോസ്പിറ്റലിൽ പോയവർക്ക് അറിയാൻ പറ്റും. എപ്പോ നോക്കിയാലും അവിടെ കണ്ടിന്യൂസ് ആയിട്ട് ക്ലീനിങ് ആയിരിക്കും. എൻട്രൻസിന്റെ ഏരിയ, ഓപ്പറേഷൻ തിയേറ്ററിന്റെ എൻട്രൻസിന്റെ ഫ്രണ്ടിൽ തന്നെ എപ്പോഴും കണ്ടിന്യൂസ് അവർ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കും. എന്തുകൊണ്ടാണ്? അതിൽ കൂടി പല ആൾക്കാർ കടന്നു പോകുന്നുണ്ട്. ഓവറായിട്ടുള്ള ഓവർഫ്ലോ വരുന്നുണ്ട് അല്ലെ? ഇൻഫെക്ഷൻസ് കുറയ്ക്കാൻ നിരവധി ആളുകൾ അതിന് മുന്നിലൂടെ കടന്നു പോകുന്നതിനാൽ തന്നെ ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് ഇൻഫെക്ഷൻസ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അവിടെ ക്ലീൻ ചെയ്യുന്നത്. ഓക്കെ, യെസ്. We kept out the possible space in the suite have been arranged in such a way that while moving from one place to another, there should be a constant progression of cleanliness from entrance of OT suite to the operating room. Yes.
ഒരു സെക്കൻഡ് കേട്ടോ, ഒന്ന് വെയിറ്റ് ചെയ്യണേ. യെസ്, ഓക്കെ. ക്ലീൻ ഫ്രം ഡർട്ടി ട്രാഫിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആളുകളുടെ നിയന്ത്രണം കുറയ്ക്കുക, അതായത് ആളുകളുടെ ഓവർഫ്ലോ ഉണ്ടാവുന്ന സമയത്ത് അവിടെ ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യത. OT റിലേറ്റഡ് ആയിട്ടുള്ള റൂംസുകളിൽ ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള എല്ലാ സോഴ്സുകളും എന്താണ് കൃത്യമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ അവിടെ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, എൻട്രൻസ് മുതൽ OTയുടെ കവാടം മുതൽ അല്ലെങ്കിൽ എവിടെയാണോ അത് അവസാനിക്കുന്നത് അവിടെ വരെ കണ്ടിന്യൂസ് ആയിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, യെസ്. Then second one എന്ന് പറയുന്നത് എന്താണ്, staff who are working in the OT department should be able to move from one clean area to other without having to pass through unprotected areas. Staff who are working in the OT department should be able to move from one clean area to other without having to pass through unprotected areas. അപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ ഏതൊരു പാസേജിൽ കൂടി മാത്രമായിരിക്കണം പോകേണ്ടത്? ഏതൊരു പാസേജും പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഏരിയാസിൽ കൂടി മാത്രം, അല്ലെ? പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഏരിയാസിൽ കൂടി മാത്രം, അതായത് ക്ലീൻ ചെയ്ത ഭാഗത്തുകൂടി മാത്രമായിരിക്കണം OTയിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ പ്രത്യേകമായിട്ട് പോകാനായിട്ട്. അല്ലാത്ത പക്ഷം എന്താണ്, അതായത് അവർക്ക് വേണ്ടി മാത്രമുള്ള പാസേജസ് ഇല്ല, OT സ്റ്റാഫുകൾക്ക് മാത്രമായിട്ടുള്ള പാസേജുകൾ ഉണ്ടാവും, അതിൽ കൂടി മാത്രമായിരിക്കണം അവരെ മൂവ് ചെയ്യേണ്ടത്. അല്ലാത്ത പക്ഷം അൺപ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഏരിയാസിൽ കൂടി കടന്നു പോയി കഴിഞ്ഞാൽ ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, യെസ്. Staff who are working in the OT department should be able to move from one clean area to other without having a pass through unprotected areas. ക്ലീൻ ചെയ്ത ഭാഗത്തു കൂടി മാത്രമായിരിക്കണം അവര് പോകാനായിട്ട്, അല്ലാത്ത പക്ഷം അൺപ്രൊട്ടക്റ്റഡ് ഏരിയാസിൽ കൂടി അവര് പാസ് ചെയ്യാനായിട്ട് പാടുള്ളതല്ല. ഓക്കെ, യെസ്, മനസ്സിലായോ? അത് സെക്കൻഡ് പോയിന്റ്. Then third, soiled materials and waste have to be eliminated from the operating rooms without passing through clean areas. Soiled materials എന്ന് പറഞ്ഞാൽ എന്താണ്? വേസ്റ്റ് മെറ്റീരിയൽസ് അല്ലെ? വേസ്റ്റ് മെറ്റീരിയൽസ് എങ്ങനെയായിരിക്കും നമ്മൾ കൊണ്ടുപോകേണ്ടത്? Have to be eliminated from the operating room without passing through clean areas. ഒരിക്കലും വേസ്റ്റ് മെറ്റീരിയൽസ് ക്ലീൻ ചെയ്ത ഏരിയാസിൽ കൂടി കൊണ്ടുപോകാനായിട്ട് പാടുള്ളതല്ല. അതായത് വേസ്റ്റ് മെറ്റീരിയൽസ് കളയാനായിട്ട്, അതായത് ഡിസ്പോസ് ചെയ്യാനായിട്ട് മറ്റ് ഏരിയാസ് ഉണ്ടായിരിക്കും, അതിൽ കൂടി മാത്രമായിരിക്കണം നമ്മൾ വേസ്റ്റ് മെറ്റീരിയൽസ് കൊണ്ടുപോകേണ്ടത്. ഒരിക്കലും ക്ലീൻ ചെയ്ത് പ്രൊട്ടക്റ്റീവ് ഏരിയാസിൽ കൂടി ഒരിക്കലും സോയിൽഡ് ആയിട്ടുള്ള വേസ്റ്റ് മെറ്റീരിയൽസുകൾ കൊണ്ടുപോകാൻ പാടുള്ളതല്ല. അതിനു വേണ്ടി മാത്രമുള്ള പാസേജുകൾ ഉണ്ടായിരിക്കും, അതിൽ കൂടി മാത്രമായിരിക്കണം വേസ്റ്റ് മെറ്റീരിയൽസ് കൊണ്ടുപോകേണ്ടത്. Fourth one, OT ventilation should be free of the air movement of the rest of the hospital. Hence, the direction of airflow within the OT suite should be from cleaner to less clean areas. ഇനി OTയിലെ വെന്റിലേഷൻ സൗകര്യം എങ്ങനെയായിരിക്കും നമ്മൾ തയ്യാറാക്കേണ്ടത്? OT ventilation should be free of the air movement of the rest of the hospital. ഡയറക്ഷൻ, വെന്റിലേഷന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം? ക്ലീൻ ചെയ്ത ഭാഗത്തു നിന്നും ക്ലീൻ ചെയ്യാത്ത ഭാഗത്തേക്കായിരിക്കണം OT വെന്റിലേഷൻ സെറ്റ് ചെയ്യേണ്ടത്. അതായത് ഓപ്പറേഷൻ തിയേറ്ററിൽ സ്പെഷ്യൽ വെന്റിലേഷൻ സിസ്റ്റം ഉണ്ടായിരിക്കണം. അതായത് എങ്ങനെയായിരിക്കണം അതിന്റെ ഫ്ലോ എന്ന് പറയുന്നത്? എയർ ഫ്ലോ ഫ്രീ മൂവ്മെന്റ് ആയിരിക്കണം. എങ്ങനെയായിരിക്കണം അതിന്റെ ഡയറക്ഷൻസ് വരേണ്ടത്? ഫ്രം ക്ലീനർ ടു ലെസ് ക്ലീൻ ഏരിയ. ക്ലീൻ ചെയ്ത ഭാഗത്തു നിന്നും ക്ലീൻ ചെയ്യാത്ത ഭാഗത്തേക്കായിരിക്കണം OT വെന്റിലേഷൻ നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ എയർ ഫ്ലോ ഇങ്ങനെ സെറ്റ് ചെയ്യുന്നത്? അതായത് വായുവിലൂടെ വരുന്ന രോഗാണുക്കൾ ഉണ്ടാവും, അല്ലെ? വായുവിലൂടെ പകരുന്ന രോഗാണുക്കൾ ഉണ്ടാകാം. അപ്പൊ ക്ലീൻ ചെയ്ത ഭാഗത്ത് നിന്ന് ക്ലീൻ ചെയ്ത ഭാഗത്തേക്കാണ് ഫ്ലോ സെറ്റ് ചെയ്യുന്നത്. എന്താണ്? അണുക്കൾ പിന്നെയും അകത്തേക്ക് പ്രവേശിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമ്മള് എയർ ഫ്ലോ സെറ്റ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയായിരിക്കണം ചെയ്യണമെന്നാണ് പറയുന്നത്? ക്ലീനർ ടു ലെസ് ക്ലീൻ ഏരിയാസ്. അതായത് ക്ലീൻ ചെയ്ത ഭാഗത്ത് നിന്ന്
കൊണ്ടുവന്നു ക്ലീൻ ചെയ്യാത്ത ഭാഗത്തേക്കായിരിക്കണം എയർ ഫ്ലോ വെന്റിലേഷൻ സെറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, യെസ്. അതായത് എയർബോൺ പതോജൻസ് അല്ലെ വായുവിലൂടെ പകരുന്ന രോഗാണുക്കൾ അകത്തേക്ക് പ്രവേശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എയർ ഫ്ലോസ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. എങ്ങനെയാണ് ചെയ്യുന്നത്? ക്ലീനർ ടു ലെസ് ക്ലീൻ ഏരിയാസ്. ഓക്കെ, മനസ്സിലായോ OT വെന്റിലേഷൻ എങ്ങനെയാണെന്ന്? യെസ്, ക്ലിയർ ആണോ? അത് അണ്ടർലൈൻ ചെയ്യാട്ടോ ടെക്സ്റ്റുള്ളവർ. Then fifth one, therefore the whole OT suite is designed on the concept of 4 zones. OT concept suiteകൾ നമ്മൾ 4 സോൺസുകളായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്? 4 കാറ്റഗറീസ്, 4 സോൺസുകളായിട്ട്. പ്രൊട്ടക്റ്റീവ് സോൺ, ക്ലീൻ സോൺ, സ്റ്റെറൈൽ സോൺ, ഡിസ്പോസൽ സോൺ. ഓപ്പറേഷൻ തിയേറ്റേഴ്സിന്റെ സോണുകൾ നമ്മൾ 4ആയിട്ട് കാറ്റഗറൈസ് ചെയ്തു. എന്തൊക്കെയാണത്? പ്രൊട്ടക്റ്റീവ്, ക്ലീൻ സോൺ, സ്റ്റെറൈൽ സോൺ ആൻഡ് ഡിസ്പോസൽ സോൺ. ഓക്കെ, യെസ്. ഇപ്പൊ നമ്മൾ പറഞ്ഞ എന്താണ്? ജനറൽ പ്രിൻസിപ്പിൾസ് ആണ് ഓപ്പറേഷൻ തിയേറ്റേഴ്സിന്റെ സ്യൂട്ടുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള റൂട്ട്സുകൾ, ഏരിയാസുമായി ബന്ധപ്പെട്ട് വരുന്ന ജനറൽ പ്രിൻസിപ്പിൾസ് ആണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ആദ്യത്തെ പ്രിൻസിപ്പിൾ എന്താ പറയുന്നത്? ക്ലീൻ ഫ്രം ഡേർട്ടി ട്രാഫിക്. അതായത് ഹൈ കെയർ കൊടുക്കേണ്ട ഏരിയാസ് ആണ്. നമുക്കറിയാം ഓപ്പറേഷൻ തിയേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഹൈ കെയർ കൊടുക്കേണ്ട ഏരിയാസ് ആണ്. അപ്പൊ അവിടെ ആളുകളുടെ ഫ്ലോ ഉണ്ടാകാൻ പാടില്ല. അധികം ആൾക്കാരുടെ ഫ്ലോ ഉണ്ടാകാനായിട്ട് ആളുകളെ നമ്മൾ നിയന്ത്രിക്കേണ്ടതാണ്. ട്രാഫിക് നിയന്ത്രിക്കേണ്ടതാണ്. മാത്രമല്ല ആ പ്രദേശങ്ങൾ പ്രത്യേകിച്ച് OT സ്യൂട്ട്സിൽ എപ്പോഴും എന്താണ്? ക്ലീൻ ആയിരിക്കണം. യെസ്, ഓക്കെ. ഏത് പോയിന്റ് ആണോ? 3 and 4. സോയിൽഡ് മെറ്റീരിയൽസ് ആൻഡ് ഓക്കെ, ടീച്ചർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, പറയാം. സെക്കൻഡ് വൺ എന്താണ് നമ്മൾ പറഞ്ഞത്? OT ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാഫുകൾ എങ്ങനെയായിരിക്കണം മൂവ് ചെയ്യണം എന്നാണ് പറഞ്ഞത്? അൺപ്രൊട്ടക്റ്റഡ് ഏരിയാസിൽ കൂടി അവർ ഒരിക്കലും മൂവ് ചെയ്യാനായിട്ട് പാടില്ല. ക്ലീൻ ഏരിയാസിൽ മാത്രമായിരിക്കണം. അതായത് പ്രൊട്ടക്റ്റീവ് ഏരിയാസിൽ കൂടി മാത്രമായിരിക്കണം OT സ്റ്റാഫുകൾ പാസ് ചെയ്യേണ്ടത്. അല്ലെ, അവർക്ക് വേണ്ടി മാത്രമായിട്ട് പ്രത്യേക പാസേജസുകൾ ഉണ്ടായിരിക്കും. അതിൽ കൂടി മാത്രമായിരിക്കണം അവര് മൂവ് ചെയ്യേണ്ടത്. അല്ലാത്ത പക്ഷം അൺപ്രൊട്ടക്റ്റഡ് ഏരിയാസിൽ കൂടി മൂവ് ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ, third point എന്താണ്? soiled materials and waste have to be eliminated from operating rooms without passing through clean areas. നമ്മള് ഹോസ്പിറ്റലിൽ സോയിൽഡ് മെറ്റീരിയൽ, വേസ്റ്റ് മെറ്റീരിയൽസിൽ കൊണ്ടുപോകുന്ന സമയത്ത് ഒരിക്കലും നമ്മള് ക്ലീൻ ചെയ്ത ഭാഗത്ത് അല്ലെങ്കിൽ ക്ലീൻ ചെയ്ത ഏരിയാസിൽ കൂടി കൊണ്ടുപോകാനായിട്ട് പാടില്ല, അല്ലെങ്കിൽ അത് എലിമിനേറ്റ് ചെയ്യാനായിട്ട് പാടില്ല. പ്രൊട്ടക്ഷൻ ഉദ്ദേശിക്കുന്നതോ ഏത് പോയിന്റ് ആണ് ചോദിക്കുന്നത്? ഏത് പോയിന്റ് ആണോ താൻ ചോദിക്കുന്നത്? എനിക്ക് മനസ്സിലായില്ല. തേർഡ് പോയിന്റോ? തേർഡ് പോയിന്റിൽ എന്താണോ മനസ്സിലാവാത്തത്? വളരെ സിമ്പിൾ അല്ലേ ഇത്? അതായത് നോക്കൂ, നമ്മള് ഒരിക്കലും OTയുടെ മുമ്പിൽ കൂടെ, അതായത് ഹോസ്പിറ്റൽ വേസ്റ്റ് അല്ല അല്ലെങ്കിൽ OTയിലെ വേസ്റ്റ് മെറ്റീരിയൽസുകൾ നമ്മൾ ഒരിക്കലും അവിടുത്തെ ക്ലീൻ ഏരിയാസിൽ കൂടി കൊണ്ടുപോകാൻ പാടില്ല. എങ്ങനെയായിരിക്കണം പാസ് ചെയ്യേണ്ടത്? അതിനുവേണ്ടി വേസ്റ്റ് മെറ്റീരിയൽസ് കളയാനായിട്ട് പ്രത്യേക പാസേജുകൾ ഉണ്ട്. അതിൽ കൂടി മാത്രമായിരിക്കണം നമ്മൾ വേസ്റ്റ് മെറ്റീരിയൽസിൽ കൊണ്ടുപോകുക, അല്ലെങ്കിൽ അത് എലിമിനേറ്റ് ചെയ്യേണ്ടത്. ഇത്രയേ ഉള്ളത് അവിടെ. ഓക്കെ, മനസ്സിലായത്? അത് ബാക്കി ആയിരിക്കും മനസ്സിലായില്ലേ? തേർഡ് പോയിന്റ് പറ പിള്ളേരെ. ആ, ഇത്രേ ഉള്ളൂ. അതിൽ വേറെ ഒരു കൺഫ്യൂഷൻ വരാനില്ല കേട്ടോ തേർഡ് പോയിന്റില്. പിന്നെ OT വെന്റിലേഷൻ എങ്ങനെയായിരിക്കണം എന്നാണ് പറഞ്ഞത് നമ്മള്? OT വെന്റിലേഷൻ സൗകര്യങ്ങള് should be free of the air movement of rest of the hospital. എങ്ങനെയായിരിക്കും എയർ ഫ്ലോ ഡയറക്ഷൻ സെറ്റ് ചെയ്യേണ്ടത്? within the OT suite should be from cleaner to less clean areas. ക്ലീൻ ചെയ്ത ഭാഗത്ത് നിന്ന് ക്ലീൻ ചെയ്യാത്ത ഭാഗത്തേക്കായിരിക്കണം നമ്മൾ എയർ ഫ്ലോ സെറ്റ് ചെയ്യേണ്ടത്. എന്തുകൊണ്ടാണ് അങ്ങനെ എയർ ഫ്ലോ സെറ്റ് ചെയ്യാൻ പറയുന്നത്? ഇത് വായുവിലൂടെ പകരുന്ന രോഗാണുക്കൾ അകത്തേക്ക് പ്രവേശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ എയർ ഫ്ലോ ക്ലീൻ ചെയ്ത ഭാഗത്ത് നിന്നും ക്ലീൻ ചെയ്യാത്ത ഭാഗത്തേക്ക് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, യെസ്. ഇനി ഓപ്പറേഷൻ തിയേറ്റർ സോൺസിൽ നമ്മൾ 4ആയിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നു. ഏതൊക്കെയാണ്? പ്രൊട്ടക്റ്റീവ് സോൺ, ക്ലീൻ സോൺ, സ്റ്റെറൈൽ സോൺ ആൻഡ് ഡിസ്പോസൽ സോൺ. ഓക്കെ,
ഇനിയുണ്ടോ 5 പോയിന്റ്സും മനസ്സിലാത്തവരാരെങ്കിലും ഉണ്ടോ? ക്ലിയർ ആണോ പിള്ളേരെ? ആ സോൺ ഇമ്പോർട്ടന്റ് ആണ്, സോൺ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളെ ഒരു കാര്യം പറയാം, ഒന്ന് ശ്രദ്ധിച്ചിരുന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യണം കേട്ടോ. അല്ലെ ചിലപ്പോ തന്നെ ശ്രദ്ധിച്ചിരുന്നത് ചിലപ്പോ നമ്മളത് വിട്ടുപോകും. ഇനി കുറെ ഗ്യാപ്പ് ഇട്ടൊക്കെ കയറിയവരുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഒരു ഇതായിട്ട് പറയണല്ല, നിങ്ങൾക്ക് കുറച്ചൊരു എളുപ്പമാവാൻ വേണ്ടി ഇച്ചിരി പറയുന്നത്. ക്ലാസ് ഒന്ന് കുറച്ച് ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. കുറച്ച് ദിവസം തന്നെ ശരിയായി കൊടുത്തു തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി ഈ 4 സോൺസിൽ ഉൾപ്പെടുന്ന ഏരിയാസ് എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഓരോ സോണിൽ ഉൾപ്പെടുന്നതെന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഈ 4 സോൺസും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. 4 സോൺസിൽ ഇപ്പൊ ക്ലീൻ സോണിൽ എന്തൊക്കെ ഉൾപ്പെടുന്നു, ഡിസ്പോസൽ സോണിൽ എന്താണ് വരുന്നത്, അതൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, നമുക്ക് ആദ്യം നോക്കാം പ്രൊട്ടക്റ്റീവ് സോൺ നോക്കാം. ജസ്റ്റ് ഒന്ന് പ്രൊട്ടക്റ്റീവ് സോൺ മാത്രം ഒന്ന് പറയാം. പ്രൊട്ടക്റ്റീവ് സോണിൽ വരുന്നത് ഏതൊക്കെയാണ്, ഏതൊക്കെ ഏരിയാസ് ആണ്? റിസപ്ഷൻ, വെയിറ്റിംഗ് ഏരിയ ആൻഡ് റിലേറ്റീവ്സ്. പ്രൊട്ടക്റ്റീവ് സോണിലായിരിക്കും റിസപ്ഷൻ ഏരിയാസ്, വെയിറ്റിംഗ് ഏരിയാസ് ഒക്കെ ഉൾപ്പെടുന്നത്. ഓക്കെ, അത് മനസ്സിലായോ പറഞ്ഞത്? യെസ്. പിന്നെ അതിലെ പ്രൊട്ടക്റ്റീവ് സോണിൽ ഉൾപ്പെടുന്ന അടുത്ത റൂം എന്താണ്? ചേഞ്ചിങ് റൂം അല്ലെ, ഡ്രസ് ചേഞ്ചിങ് റൂം വരും. പ്രീ അനസ്തേഷ്യ റൂം വരും. പ്രീ അനസ്തേഷ്യ റൂം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രീ അനസ്തേഷ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? അനസ്തേഷ്യക്ക് മുമ്പുള്ളത് അല്ലെ, അനസ്തേഷ്യ കൊടുക്കുന്നതിന് മുമ്പുള്ള ഒരു പ്രീ അനസ്തേഷ്യ റൂം എവിടെയാണ് ഉൾപ്പെടുന്നത്? പ്രൊട്ടക്റ്റീവ് സോണിലാണ് ഉൾപ്പെടുന്നത്. ഓക്കെ, പിന്നെ സ്റ്റോർസ് ആൻഡ് റെക്കോർഡ്സ്. സ്റ്റോർസ് ആൻഡ് റെക്കോർഡ്സ് എന്താണ്? സ്റ്റോർസ് ആൻഡ് റെക്കോർഡ്സ് ഹോസ്പിറ്റലിലേക്ക് ആവശ്യമായിട്ട് വരുന്ന അല്ലെങ്കിൽ ടിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഫയൽസ് അല്ലെങ്കിൽ മെഡിക്കൽ റെക്കോർഡ്സ്, പേഷ്യൻസിന്റെ മെഡിക്കൽ റെക്കോർഡ്സ്, മറ്റു കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നത് സ്റ്റോർസ് ആൻഡ് റെക്കോർഡ്സ് ഏരിയാസിൽ വരുന്നത്. ഓക്കെ, അത് പ്രൊട്ടക്റ്റീവ് സോണിലാണ് ഉൾപ്പെടുന്നത്. ഓക്കെ, പിന്നെ താഴേക്കാണ് കേട്ടോ, ഇതിങ്ങനെ താഴേക്ക് നോക്കണേ, ഇങ്ങനെ നേരെയല്ല, താഴോട്ടാണ്. ഇനി ഓട്ടോക്ലേവ് TSSU. ഓട്ടോക്ലേവ് TSSU, അതായത് TSSU ഉൾപ്പെടുന്നത് പ്രൊട്ടക്റ്റീവ് സോണിലാണ്. എന്താണ് TSSU എന്ന് പറയുന്നത്? തിയേറ്റർ സ്റ്റെറൈൽ സപ്ലൈ യൂണിറ്റ്. നോട്ട് ചെയ്യാട്ടോ. TSSU എന്ന് പറയുന്നത് എന്താണ്? തിയേറ്റർ സ്റ്റെറൈൽ സപ്ലൈ യൂണിറ്റ്. തിയേറ്റർ സ്റ്റെറൈൽ സപ്ലൈ യൂണിറ്റ്. ഓട്ടോക്ലേവ് എന്താണ്? ഓട്ടോക്ലേവ് വാട്ട് ഈസ് ഓട്ടോക്ലേവ്? അതായത് നമ്മള് ജേം ഫ്രീ ആക്കുന്നതിനുള്ള, അണുവിമുക്തമാക്കുന്നതിനുള്ള ഒരു ഡിവൈസ് ആണ് ഓട്ടോക്ലേവ് എന്ന് പറയുന്നത്. അതായത് തിയേറ്റർ സ്റ്റെറൈൽ സപ്ലൈ യൂണിറ്റിലെ ഈ ഏരിയാസിലാണ് എന്തുണ്ടായിരിക്കുക? സ്റ്റെറൈൽസ് ചെയ്യാൻ വേണ്ടി, സ്റ്റെറൈൽ ചെയ്യാൻ, അണുവിമുക്തമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ് എന്ത്? ഓട്ടോക്ലേവ് എന്ന് പറയുന്നത്. ഓക്കെ, ജേം ഫ്രീ ആക്കുന്നതിനുള്ള ഒരു ഡിവൈസ് ആണ് എന്ത്? ഓട്ടോക്ലേവ്. TSSU എന്ന് പറയുന്നത് എന്താണ്? TSSU തിയേറ്റർ സ്റ്റെറൈൽ സപ്ലൈ യൂണിറ്റ്. ഓക്കെ, ഏത് സോണിലാണ് ഉൾപ്പെടുന്നത്? പ്രൊട്ടക്റ്റീവ് സോണിലാണ് TSSU ഉൾപ്പെടുന്നത്. ഇനി ട്രോളി ബേ. ട്രോളി ബേ, പ്രൊട്ടക്റ്റീവ് സോണില് ട്രോളി ബേ ഉണ്ടായിരിക്കും. എന്തിനാണ് ട്രോളി ബേ നമ്മൾ ഉപയോഗിക്കുന്നത്? മെഡിക്കൽ ട്രോളീസ് കണ്ടിട്ടില്ലേ നിങ്ങള്? മെഡിക്കൽ ട്രോളീസ് എന്തൊക്കെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ് മെഡിക്കൽ ട്രോളീസ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഹാർട്ടോ, മെഡിസിൻസ്, ടൂൾസ്, പിന്നെ ബെഡ്ഷീറ്റ്സ്, പേഷ്യൻസിന്റെ ബെഡ്ഷീറ്റ്സ്, ക്ലോത്ത്സ്, ഓക്കെ, എല്ലാം കൊണ്ടുപോകുന്നത് അല്ലെ. ട്രോളീസ് ആവശ്യമാണ്. ലെങ്ത് മെറ്റീരിയൽസ് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് അവൈലബിൾ ആയിട്ട് ഒരു ട്രോളീസ് എവിടെ ഉണ്ടായിരിക്കും? ട്രോളി ബേ പ്രൊട്ടക്റ്റീവ് സോണിൽ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, പിന്നെ കൺട്രോൾ ഏരിയ ഓഫ് ഇലക്ട്രിസിറ്റി. ലാസ്റ്റ് എന്താ ഉദ്ദേശിക്കുന്നത്? എന്താ പറയുന്നത്? കൺട്രോൾ ഏരിയ ഓഫ് ഇലക്ട്രിസിറ്റി. ഇലക്ട്രിസിറ്റി ഏത് സോണിലാണ് ഉൾപ്പെടുന്നത്? കൺട്രോളിംഗ് ഏരിയ ഓഫ് ഇലക്ട്രിസിറ്റി ഉൾപ്പെടുന്നത് പ്രൊട്ടക്റ്റീവ് സോണിലാണ്. ഓക്കെ,
യെസ്, നമുക്ക് ഒന്നുകൂടി പറയാം. പ്രൊട്ടക്റ്റീവ് സോണിൽ ഉൾപ്പെടുന്ന ഏരിയാസ് ഏതൊക്കെയാണ്? ഒന്ന് റിസപ്ഷൻ ഏരിയ, വെയിറ്റിംഗ് ഏരിയ, റിലേറ്റീവ്സ്. ദെൻ ചേഞ്ചിങ് റൂം വരുന്നുണ്ട്, പ്രീ അനസ്തേഷ്യ റൂം വരുന്നുണ്ട്, സ്റ്റോർ റെക്കോർഡ്സ് റൂംസുകള്, ഓട്ടോക്ലേവ്സ് ആൻഡ് PSSU, ട്രോളി ബേ, കൺട്രോൾ ഏരിയ ഓഫ് ഇലക്ട്രിസിറ്റി. ഓക്കെ, അപ്പൊ ഇത് കാണാതെ പഠിച്ചു വെക്കണം കേട്ടോ. എക്സാം ചോദിക്കോ. അപ്പൊ ഏതൊക്കെ സോണിലാണെന്ന് മാറിപ്പോവരുത്. പ്രീ അനസ്തേഷ്യ റൂം ഏത് സോണിലാണ് ഉൾപ്പെടുന്നതെന്നായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. ഏത് സോണിലാണ് ഉൾപ്പെടുന്നത് പ്രീ അനസ്തേഷ്യ റൂം? എല്ലാ സോണിൽ നിന്ന് ഓരോ ഓപ്ഷൻസ് വരുമ്പോൾ നമുക്കത് കൺഫ്യൂഷൻ ആവും. അത് വരാതിരിക്കാൻ നമ്മൾ എന്താ ചെയ്യുന്നത്? ഓരോ സോൺസും നന്നായിട്ട് ബൈഹാർട്ടാക്കി പഠിച്ചു വെക്കാം. ഓക്കെ, കേൾക്കുന്നുണ്ടോ നിങ്ങള്? ഓക്കെ, പറയൂ. പ്രീ അനസ്തേഷ്യ ഏത് സോണിലാണ് ഉൾപ്പെടുന്നത്? പ്രീ അനസ്തേഷ്യ അനസ്തേഷ്യ ഏത് സോണിലാണ് ഉൾപ്പെടുന്നത്? പ്രൊട്ടക്റ്റീവ് സോൺ. ഓക്കെ, യെസ്. വാട്ട് ഈസ് TSSU? TSSU, expansion of TSSU. Theater, sterile, supply unit, service അല്ല supply unit കേട്ടോ. അതങ്ങനെ തന്നെ എഴുതണം കേട്ടോ. അതിന്റെ എക്സ്പാൻഷൻ തന്നെയാണ് തിയേറ്റർ, സ്റ്റെറൈൽ, സപ്ലൈ യൂണിറ്റ്. ഓക്കെ, വെരി ഗുഡ്. യെസ്, ഓക്കെ. ക്ലീൻ സോണും കൂടി ഒന്ന് ജസ്റ്റ് പറയുന്നത് കേട്ടോ. ജസ്റ്റ് പറഞ്ഞു പോകുന്നുള്ളൂ. അടുത്ത ക്ലാസ്സിൽ എക്സ്പ്ലനേഷൻ തരാം. ക്ലീൻ സോണിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? പ്രീ ഓപ്പറേറ്റീവ് റൂം വരുന്നുണ്ട്, റിക്കവറി റൂം വരുന്നുണ്ട്, അതായത് സർജറിക്ക് ശേഷമുള്ള റൂം അല്ലെ. റിക്കവറി റൂം, പ്ലാസ്റ്റർ റൂം, അതായത് ചില പ്ലാസ്റ്റർ റൂം ആവശ്യമായിട്ട് വരുന്ന ഏത് സിറ്റുവേഷൻസിലാണ്? എന്തെങ്കിലും ഫ്രാക്ചേഴ്സ് ഒക്കെ ഉള്ള സർജറീസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് പ്ലാസ്റ്റർ റൂംസ് ആവശ്യമായിട്ട് വരാം അല്ലെ. പിന്നെ സ്റ്റാഫ് റൂം വരുന്നുണ്ട്, aseptic സ്റ്റോർ റൂം, എക്സ്റേ യൂണിറ്റ് റൂം ആൻഡ് ഓട്ടോപ്രൊസസർ. ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എക്സ്പ്ലനേഷൻ തരാം കേട്ടോ. അപ്പൊ പ്രൊട്ടക്റ്റീവ് സോൺസ് എല്ലാവരും ഒന്ന് കാണാതെ പഠിച്ചു വയ്ക്കുക, എന്തൊക്കെയാണ് അതിൽ ഉൾപ്പെടുന്നത്. ഓക്കെ, ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. യെസ്, ഓക്കെ. അപ്പൊ OT സ്യൂട്ട്സിനെ നമ്മൾ എത്രയായിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്? OT സ്യൂട്ടുകൾ എങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്? 4 ആയിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട് അല്ലെ. ഏതൊക്കെയാണ്? പ്രൊട്ടക്റ്റീവ് സോൺ, ക്ലീൻ സോൺ, സ്റ്റെറൈൽ അസെപ്റ്റിക് സോൺ, യെസ്, വെരി ഗുഡ്, ക്ലീൻ ഡിസ്പോസൽ സോൺ. ഓക്കെ, ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു ഭാഗമാണ്. യെസ്, ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ക്ലാസ് എടുത്തത് മനസ്സിലായോ ഇല്ലെങ്കിൽ പറയാം കേട്ടോ. കുഴപ്പമില്ലല്ലോ ഏരിയാസ്. അപ്പൊ ടെക്സ്റ്റ് ഉള്ളവർ ഇന്ന് തന്നെ ഒന്ന് വായിച്ചു നോക്കണം കേട്ടോ. ഓക്കെ, ഓക്കെ, താങ്ക് യു. ടെസ്റ്റിനെ അപ്ലൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യണം കേട്ടോ. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. ശരി കേട്ടോ. യെസ്, താങ്ക് യു.